ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഈ ഒരു ഡ്രിങ്ക് ഇപ്പോൾ യൂട്യൂബിൽ വൈറലാണ്. സാഗോ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കാണിക്കുന്നുണ്ടാവും, നിങ്ങളും കണ്ടതായിരിക്കും. പക്ഷേ ഞാനിത് ചെറിയൊരു മാറ്റത്തിലാണ് കാണിക്കുന്നത്. ഇത് ജെല്ലി അല്ല കേട്ടോ. ജെല്ലിക്ക് പകരം ഞാൻ എന്താ ഇട്ടതെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ലൊരു ഡ്രിങ്കാണിത്. ഇപ്പോൾ ഈ നോമ്പിന് മാത്രമല്ല, നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നെക്കിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കോൺഫ്ലവർ ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ 2 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ എടുത്തുകൊണ്ട് വലിയൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ആ കോൺഫ്ലവറും വെള്ളവും കൂടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയൊക്കെ കുറച്ച് കൂടുതൽ വേണം, ഡ്രിങ്ക് അല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിടുന്ന ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പൊടിയാണ്, തേങ്ങാപ്പാൽപ്പൊടി എന്ന് പറയുന്നത്, നമ്മളെ കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ടത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ പുഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞാലും ഇത് തീ ഓഫ് ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു കോൺഫ്ലവറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മാത്രം ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് 2-3 മിനിറ്റ് നേരം ഞാനിത് നന്നായിട്ട് കുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ജെല്ലിക്കുള്ള കൂട്ടുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ജെല്ലിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനിത് 3 പ്ലേറ്റ് ഉണ്ടെങ്കിൽ പ്ലേറ്റാണ് നല്ല. എൻ്റെ അടുത്ത് അങ്ങനത്തെ ചെറിയ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തത്. അതിലേക്ക് ഇത് 3ഉം വീതിച്ച് ഒഴിക്കുക കേട്ടോ. ഒരേപോലെ ആക്കിയിട്ട് ഉള്ളത് 3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നിൽ ഞാൻ കളറൊന്നും കൊടുക്കണില്ല, വെള്ള ഒരു തേങ്ങ പോലെ തോന്നാൻ വേണ്ടി അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഒന്ന് ഞാനൊരു ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്, അതൊരു മാങ്ങ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുറിച്ച് വെച്ചൊരു മാങ്ങൻ്റെ പീസ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓറഞ്ചാണ് കൊടുത്തത്. ഒന്നിൽ ഞാൻ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. കുറച്ച് ഗ്രീൻ കളറും കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 2 കളറേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒന്ന് ഞാൻ വൈറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഗ്രീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മാങ്ങൻ്റെ കളറും കൊടുത്ത് വൈറ്റ് കണ്ടില്ലേ, ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചത്. ഇത് ഉറക്കണം. ഇനി നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ നേരം ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി അത് തണുക്കുന്ന നേരം കൊണ്ട് ഞാനിപ്പോൾ ആ സെയിം പാത്രം പിന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി വേണ്ടിയത് ഒരു 1/4 കപ്പ് സാബുനരി, നമ്മളെ സാഗോ എന്ന് പറയുന്ന സാധനം, അതാണ് എടുത്തത്, ടാപ്പിയോക്ക പേൾ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ പുതിർത്തി വെച്ചതാണിത്. ഇങ്ങനെ അരമണിക്കൂർ വെള്ളത്തിൽ പുതിർത്തിയാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ പിന്നെ അത് വേവിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. തിളയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ പുതിർത്തി വെക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി, നല്ല വെള്ളമാണ് ഞാൻ ഇതിൽ ഒഴിച്ചത്, ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നല്ലോണം വേണം കേട്ടോ. അപ്പോൾ അതാ വെള്ളം ഞാൻ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുതിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ തന്നെ ഇതങ്ങ് ട്രാൻസ്പെറൻ്റ് ആവും. നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് നേരം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയി. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ പുതിർത്തി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ല, നല്ലോണം ഒരു കളറില്ലാത്തതായി. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഒന്നും കൂടെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് നല്ലൊരു അരിപ്പയിലെടുത്ത്, നല്ലൊരു കട്ടിയുള്ള ഒരു അരിപ്പയിൽ കൂടി ഇതങ്ങ് അരിച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂടുള്ള അതിൻ്റെ കൊഴുപ്പുള്ള വെള്ളം അടിയിലേക്ക് പോകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അരിച്ചതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഉള്ളതാണിത്. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പോൾ അതാ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ള നമ്മളെ ജെല്ലിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഒട്ടണമൊന്നുമില്ല, നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ കണ്ടില്ല, അങ്ങനെ പെട്ടെന്ന് വിട്ട് വരും സെറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ അത് തിരിച്ചിങ്ങോട്ടേക്ക് ഇട്ടാൽ നമ്മളെ കൈമേലേക്ക് ഇത് വന്നോളൂ. അപ്പോൾ അതാ നല്ല അടിപൊളി ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജെല്ലി എന്ന് പറയാൻ പറ്റില്ല, അത് ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വെള്ളം ശരിക്കും നമുക്ക്, ഞാനിപ്പോൾ ഇതൊരു ചിരണ്ടിയ പോലെയാണ് ആക്കുന്നത്. കാരണം ഒരു തേങ്ങ അല്ലെങ്കിൽ ഒരു ഇളന്നിയൊക്കെ മുറിച്ച പോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ മഞ്ഞയും പച്ചയും കണ്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചയും മഞ്ഞയും ഞാനിങ്ങനെ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുത്തത്. വൈറ്റ് ഞാനൊന്നിങ്ങനെ ഒരു ചിരണ്ടിയ പോലെ ഫോർക്ക് വെച്ചിട്ടൊന്നിങ്ങനെ ആക്കിയെടുത്തതാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു ഇളന്നിയൊക്കെ മുറിച്ച പോലെ അല്ലേ, ഒരു തേങ്ങ മുറിച്ച പോലെ ഇല്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്.
അപ്പോൾ അത് മൂന്നും ഞാനിവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയൊരു പാത്രം എടുക്കാം നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചേർക്കുന്നത് കേട്ടോ, ഫ്രഷ് മിൽക്ക്. നാട്ടിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പാല് തിളപ്പിച്ചതിൻ്റെ ശേഷം തണുപ്പിച്ചെടുക്കണേ. ഇവിടെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പാലെടുത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മളെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് എത്ര മധുരം വേണം നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കണം കേട്ടോ. ഇവിടുത്തെ പാല് പിന്നെ തിളപ്പിക്കേണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് അത് കഴുകി വെച്ചിട്ടുള്ള ആ ഒരു നമ്മളെ സാബുനരി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കട്ടല്ലാണ്ട് അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതിലങ്ങ് മിക്സ് ആയിക്കോളും. ഇപ്പോൾ അത് ഇതാണ്ട നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് സബ്ജ സീഡ്, നമ്മളെ കസ്കസ്, നമ്മൾ വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്ന കസ്കസാണിത്. അത് ഒരു 2-3 ടേബിൾ സ്പൂൺ. അതൊക്കെ ഈ ഓരോന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡ്രിങ്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇപ്പം കസ്കസ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഗ്രീൻ കളറ് നമ്മളെ ജെല്ലി ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഓറഞ്ച് കളറിലുള്ള അതും ഇട്ട് കൊടുക്കുക. അതിപ്പോൾ കണ്ടില്ലേ, ശരിക്കും നമ്മളൊരു പഴുത്ത മാങ്ങ മുറിച്ച് വെച്ച പോലാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കളർ കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇളക്കി മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ മിനിമം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് ഇത് നല്ല സെറ്റായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇനി ഫ്രീസറല്ല ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം ഇതെന്തെങ്ങനെ ആവുന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണിത്. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ക്രീം കളറായി ഈ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ ജ്യൂസിനൊക്കെ ഒരു ചെറുതായിട്ടൊരു കട്ടിയൊക്കെ വന്നു. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ആ ഒരു പീസൊക്കെ എടുക്കുമ്പോൾ കണ്ടില്ല, ശരിക്കും ഒരു മാങ്ങയൊക്കെ മുറിച്ചിട്ട പോലെയാണ് ഇപ്പോൾ ഇതുള്ളത്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. പിന്നെ നമ്മളിപ്പോൾ ഈ പാൽ ഒഴിച്ച് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കട്ടോ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഫ്രഷ് മിൽക്കിലാണ് ചെയ്തതെന്നുള്ളൂ. ഇനിയിപ്പോൾ അത് സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുക. നല്ല തണുപ്പ് വേണം, നല്ല മധുരവും വേണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നല്ലൊരു തണുപ്പുള്ള ഒരു ഡ്രിങ്കാണിത്. ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്താച്ചിയോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്താക്ക് പകരം നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. പ്രത്യേകിച്ച് നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഇളനീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരിക, നമ്മൾ ആ ഒരു തേങ്ങാ പൗഡർ യൂസ് ചെയ്തതുകൊണ്ട്. പിന്നെ വേറൊരു ഫ്ലേവറൊന്നും നമ്മൾ കസ്റ്റർഡ് പൗഡറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങൻ്റെ ഫ്ലേവർ തന്നെയാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. പിന്നെ ഇതിൽ കസ്കസും നമ്മൾ സാബുനരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പാണ് നമ്മളെ ശരീരത്തിന്. കുടിച്ചു കഴിഞ്ഞാൽ ചൂടിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. പിന്നെ റമദാനൊക്കെ ആണെങ്കിലും നോമ്പിനൊക്കെ ആണെങ്കിലും നോമ്പ് തുറക്കാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടെങ്കിൽ എന്താ പറയുക, വയറ് നിറയും. അത്രയും നല്ലൊരു എന്താ പറയുക, ഹെവി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.